ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പെരുന്നാൾ വ്ളോഗായിട്ടാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമൊക്കെ ആയി, എന്നാലും ഞാൻ മാത്രമാണ് ഇനി വ്ളോഗ് ഇടാത്തത് കേട്ടോ. പിന്നെ ഞാനും കൂടി ഇടാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, നമ്മുടെ പെരുന്നാളിന് എനിക്ക് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. 1-2 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ സോറി, അത് തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടാവും കുറേ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫോട്ടോഷൂട്ടായിരുന്നു. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. കുറച്ച് ഫ്രണ്ട്സ് അതിൻ്റെ മുമ്പ് വന്നാൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ വന്നു. ഇവർ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള അയൽവാസികളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി ഒപ്പം ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും ഇനി ഒപ്പം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഞങ്ങളാണുള്ളത്. അപ്പോൾ ഞങ്ങളും മെല്ലെ എൻ്റെ 4 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ 4 അനിയന്മാരുണ്ടായിരുന്നു. എന്താ പറയുക, പിന്നെ അതിന് ശേഷം ഇവിടെ ഉപ്പച്ചിൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു. അതിൻ്റെ മുമ്പ് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്ത് പിന്നെ അവർ കഴിഞ്ഞതിനൊക്കെ ശേഷം പിന്നെ ഇമ്മച്ചിൻ്റെ ക്ലാസ്സിലൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മുസ്തഫാക്ക, അങ്ങനെ ഓരോരുത്തർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓരൊക്കെ പോയി. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതാണ് ദേവസൂര്യ എന്നാട്ടോ പേര്. ഞാൻ എപ്പോഴും ജയസൂര്യ എനിക്കതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും അതാണ് വിളിക്കാറുള്ളത്. പിന്നെ ഈ റൂമൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ ടീച്ചേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും ടീച്ചേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ മീരയാണ് കേട്ടോ. ഓക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലുണ്ട്, ട്രിപ്ലെറ്റ് ടെയിൽസ് എന്നാണ് പേര്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അവളിപ്പോൾ വീഡിയോസൊക്കെ ഇടാറുണ്ട്, ഷോർട്സൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ. അതിന് ശേഷം ഇവിടെ ഞങ്ങൾ ഐസും സിപ്പപ്പോൾ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചി ഈ ഒരു ജ്യൂസാട്ടോ ഉണ്ടാക്കിയത്. ഇതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മല്ല, സോറി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും പിന്നെ സിപ്പപ്പും പാലൈസും എല്ലാം അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അതെടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനും എല്ലാവരെയൊക്കെ ഇങ്ങനെ കഴിച്ചോളി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആയിക്കോട്ടെ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരൊക്കെ ഭയങ്കര ഹാപ്പി ചെയ്യുന്നു. പിന്നെ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. രസമുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിന് ശേഷം ഞാൻ അവർക്ക് കഴിച്ചോളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ നേരം അവരെ വീഡിയോ എടുത്തുന്നു കേട്ടോ. കുറേ ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, സാറുമാരുണ്ടായിരുന്നു. സാറുമാരൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന് ശേഷം വെച്ച് ഓരോരുത്തർക്ക് ജ്യൂസൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ 2 ബിന്ദുമോൾ ടീച്ചറുണ്ട്. ഇത് സംസ്കൃത ടീച്ചറും അത് എൻ്റെ മലയാള സെക്കൻഡ് പഠിപ്പിക്കുന്ന ടീച്ചറുമാണ്. പിന്നെ രാജ ടീച്ചർ, അനിത ടീച്ചർ, ധന്യ ടീച്ചർ, അങ്ങനെ കുറേ ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇത് പിന്നെ ഓരോ ഫ്രണ്ട്സിനൊക്കെ ജ്യൂസും ഇതൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കായിരുന്നു. ഓരോ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് പിന്നെ അതിന് ശേഷം ഇവിടെ ഇവർക്ക് ജ്യൂസും ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, അതൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഞാനും പോലെ തന്നെ മീര കുറേ നേരം നിന്നു കേട്ടോ. ഓള് കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും വല്ലാതെ പുറത്തൊന്നും പോയിട്ടില്ല. ഞാൻ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു, 4 പേർക്കല്ലേ. അപ്പോൾ ഞാൻ 4 വീട്ടിലൊക്കെ പോയിട്ടുള്ളായിരുന്നു കേട്ടോ. അവരുടെ കൂടെ ഞാൻ എൻ്റെ അയൽവാസികൾ പറഞ്ഞില്ലേ, അവരുടെ കൂടെ 4 വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ ആളുകളൊക്കെ വന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പുറത്തേക്ക് അങ്ങനെ പോകാൻ കഴിയൂലല്ലോ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ റഫേൽ സാറ് വന്നിട്ടുണ്ട്. താറ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റഫേൽ സാറൊക്കെ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. പിന്നെ ശ്രീഹരി സാറും ഇവർ 2 പേരും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഈ ഒരു വൈകുന്നേര സമയമൊക്കെ ആയപ്പോൾ എല്ലാവരും പോയതിനു ശേഷം നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന താത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് താഴത്തും ഈ താത്താൻ്റെ മകളാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. അതായത് ഞങ്ങൾ തറവാട്ടിൽ താത്താൻ്റെ മകളാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് കുട്ടികളെല്ലാവരും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഈ 2 ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഞാൻ വോയിസ് എടുക്കണതിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 അങ്ങനെ കുട്ടീനെയൊക്കെ നോക്കി സംസാരിച്ചൊക്കെ നിൽക്കുകയാണ്. പിന്നെ അതിന് ശേഷം മാമിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റീൽസ് എടുത്തു എന്ന് പറഞ്ഞില്ലേ, അപ്പം ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോകാൻ തുടങ്ങി. കാരണം എന്നിട്ടാണ് നമ്മുടെ ആളുകളുടെ വരവൊക്കെ ഒന്ന് കുറഞ്ഞത്. അല്ലെങ്കിൽ രാവിലെ മുതൽ ഇത് വൈകുന്നേരം വരെ എപ്പോഴും
ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ടൈം കിട്ടിയിട്ടില്ല. ഞാൻ രാവിലെ പോയതുകൊണ്ട് എനിക്കത് കിട്ടി, അല്ലെങ്കിൽ എനിക്കതും കിട്ടൂലായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഓരൊക്കെ അവിടെ ഫോട്ടോ എടുത്ത്, ഞങ്ങൾ ഇവിടെ ഫോട്ടോ എടുത്തപ്പോൾ നിൽക്കുകയാണ്. ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ അവിടുന്ന് കുറച്ച് നേരം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് എടുത്തിട്ടില്ല. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ അവിടുന്ന് പോരാണ് കേട്ടോ ചെയ്തത്. നമ്മുടെ ഈ ഒരു പിന്നെ അതിന് ശേഷം പൂക്കോൺപാടത്തും അങ്ങനെ മൈലമ്പാറ അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ആൻഡ് താങ്ക് യു.